എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഇതിലേക്കൂടൊക്കെ കടന്നു വന്നു. പക്ഷേ പക്ഷേ ഇത്രയായിട്ട് എനിക്ക് സങ്കടമുണ്ട് ഓർക്കുമ്പോൾ. പിന്നെ സങ്കടമുണ്ട്, അവരോടൊക്കെ നന്ദിയുണ്ട്. കുറേ കാര്യങ്ങളും കൂടെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു ഈ വീഡിയോക്കകത്ത്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഹായ്, നമ്മുടെ ഒരു പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാമല്ലേ? നമ്മുടെ തമ്മിൽ കാണുമല്ലോ, തമ്മിൽ കണ്ടിട്ട് വന്നവരായിരിക്കുമല്ലോ നിങ്ങളല്ലേ. അപ്പോൾ അതാണ് ആ സർപ്രൈസ്. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. 3000 സംതിങ് 3040 അത്രയും കണ്ട് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. അത്രയും ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അത്രയായിരുന്നു, എന്തോന്ന് അറിയത്തില്ല ഇനി. അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. എന്തായാലും എന്നെ ഇത്രയും ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എനിക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എന്തും എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഈ ഒരു 3 മന്ത്സിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് ഈ മോണിറ്റൈസേഷൻ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും. നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അല്ലേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കുറേ മാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാനും തുടങ്ങിയപ്പോഴൊന്നും ഇത്രയും പെട്ടെന്ന് ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എങ്ങനെയൊക്കെയോ ആയി എന്ന് പറയാം ഗൈസ്. അതാണ് സത്യം. ഞാൻ മോണിറ്റൈസേഷൻ ആയപ്പം എനിക്കതങ്ങോട്ട് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ഒന്നും അത് പറ്റുന്നില്ല. എന്നോട് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ മോണിറ്റൈസേഷൻ ആയോ, അങ്ങനത്തെ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അതൊന്ന് എന്നെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാനായിട്ട് താമസിച്ചതാട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ തപ്നിയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൈക്കില്ല, വൈഫൈ കണക്ഷൻ ഇല്ല, നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ തമ്മിൽ ഇട്ടല്ലോ. അതൊക്കെ സത്യം തന്നെ. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് സംഭവങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്ത് എന്നെപ്പോലല്ല, എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടി ചെയ്യുന്നവരും ഉണ്ട്. ഞാനൊരു വലിയ സംഭവമൊന്നും അല്ല പറയുന്നത്, പക്ഷേ എനിക്ക് പറയാൻ വാക്കുകളില്ലെന്നുള്ളത് സത്യം. എവിടെ തുടങ്ങണം ഈ വീഡിയോ, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇനി വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളെ ഒന്ന് അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ അഭിപ്രായം ചോദിച്ചപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച്, എനിക്ക് ഒന്നും ഇതിൻ്റെ ABCD അറിയത്തില്ലെന്നാണ് പറയാം. അപ്പോൾ അവിടുന്ന് തന്നെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചെങ്കിലും പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് അതിൻ്റെ എഡിറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളെന്ന് പറയാം. യൂട്യൂബിൻ്റെ ആണെങ്കിലും അതിൻ്റെ പ്രൈവസി പോളിസീസും ഒക്കെ ഞാനിങ്ങനെ വീഡിയോ കണ്ട് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഒന്നും ഇതിനെക്കുറിച്ചുള്ള ചാനൽ തുടങ്ങുന്ന കാര്യങ്ങളൊന്നും മുന്നേ കണ്ടറിഞ്ഞു വന്ന ഒരാളേ അല്ല ഞാൻ. ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഓരോ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ല, എപ്പോഴും യൂട്യൂബിൽ അങ്ങനെ ചാനലിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ചില പ്രശ്നമൊന്നും നടത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കേൾക്കുന്നവർക്കറിയാം, ആൾക്കറിയാം. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം എൻ്റെ വീടിനടുത്തുള്ള ആൾ തന്നെ. അപ്പോൾ അവളോട് ഒരുപാട് താങ്ക്സ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുക, ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എനിക്കൊരു ചാനൽ തുടങ്ങാൻ എനിക്കൊന്നും പറഞ്ഞു തരാമോ? അത് അവരുടെ ഇഷ്ടം, അവർക്ക് പറയാം പറയാതിരിക്കാം, അത് അവരുടെ ഒരു ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളതാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല, എത്ര നന്ദി പറഞ്ഞാലും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാം, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുപോലെ തന്നെ തളർത്തിയവരുണ്ട് കേട്ടോ. എന്നെ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ അവർ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസം കാണത്തില്ലല്ലോ അല്ലേ. പിന്നെ അവരോട് താങ്ക്സ് ഉണ്ട്, കാരണം അവരും കൂടെ കാരണം അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്കൊരു ഇൻസ്പിറേഷനായി. അങ്ങനെ പറ്റത്തില്ലല്ലോ, നമുക്കൊന്ന് ജയിച്ച് കാണിക്കണമല്ലോ എന്നുള്ളൊരു മനസ്സ്. ആരെയും തോൽപ്പിക്കണം എന്നൊന്നുമില്ല, നമുക്കും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു മനസ്സ്. ചുമ്മാ ടൈം പാസിനൊന്നും അല്ല തുടങ്ങിയത്, അതിന് പിന്നിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തളർത്തിയവരോടും താങ്ക്സ് ഉണ്ട്, ഉയർത്തിയവരോടും താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടുകാർ,
അമ്മ, അച്ഛൻ, അനിയത്തി, ഹസ്ബൻഡ്, മോൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വരെ എത്താൻ പറ്റിയത്. പിന്നെ എല്ലാത്തിലും ഉപരി ദൈവത്തിനോട് നന്ദിയുണ്ട്. ദൈവമാണ് ഒരു അത്ഭുതം പോലെ പ്രവർത്തിച്ചെന്ന് പറയും. ഞാൻ സ്വപ്നം സ്വപ്ന എന്തോ പറയും സ്വപ്നം കണ്ട് സ്വപ്നം പോലും കാണാനുള്ള ഒരു ഇതില്ല. എന്ന് വെച്ചാൽ ആ സ്വപ്നം കാണുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണം അല്ലേ? മോണിറ്റൈസേഷൻ ആവാനുള്ള ഒരു ഇത് എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി സ്വപ്നം കാണാം എനിക്കിതാവുമെന്ന്. പക്ഷേ അതുപോലും എനിക്ക് ആ സ്വപ്നം കാണാനുള്ള സമയം പോലും ദൈവം തന്നില്ല. അതിനും മുന്നേ എനിക്ക് എല്ലാം ആക്കി തന്നു. അപ്പോൾ ദൈവത്തിനോട് നന്ദിയുണ്ട്. നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ല. പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ഒരുപാട് തളർത്തിയവരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഓക്കെ എന്തെങ്കിലും ഒരു സമയത്ത് ജയിക്കണം എന്നുള്ളൊരു മനസ്സ് അതുണ്ടായിരുന്നു. ആരെയും തോൽപ്പിക്കണം എന്നുള്ളൊരു വാശിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിച്ച് നിൽക്കുക എന്നുള്ളത്, തോറ്റു പോരെന്നുള്ളൊരു വാശി അതുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരത്തിൽ വേണമെങ്കിലും പോവാം. എത്ര സ്വപ്നം വേണമെങ്കിലും കാണാം. അതെല്ലാം നമ്മുടെ ആ ഒരു മനസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഞാനിങ്ങനെ എല്ലാവരും കളിയാക്കുന്ന ഒരു ഇതിൽ നിന്നാൽ മതിയോ എന്ന് ചിന്തിക്കണം. എനിക്കും അവരെക്കാട്ടിൽ നല്ലതായിട്ട് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കൂടുതൽ ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തണം, നമ്മളെ കളിയാക്കണം, നമുക്ക് പൈസ ഇല്ലാത്തവരാന്ന് പറയണം, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എനർജി കിട്ടും. ആ എനർജി നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം ആ ഒരു എനർജിയാണ് നമ്മളെ ഏറ്റവും ടോപ്പിലെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരോട് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഇതിലേക്കൂടെയൊക്കെ കടന്നു വന്നു. പക്ഷേ ഇത്രയായിട്ട് എനിക്ക് സങ്കടമുണ്ട് ഓർക്കുമ്പോൾ. പിന്നെ സങ്കടമുണ്ട്, അവരോടൊക്കെ നന്ദിയുണ്ട്. കുറേ കാര്യങ്ങളും കൂടെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു ഈ വീഡിയോക്കകത്ത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ മനസ്സ് നിറഞ്ഞെടുത്ത വീഡിയോ എൻ്റെ സന്തോഷമാണ്. കണ്ണുനീരൊക്കെ വരുന്നത് സ്വാഭാവികമല്ലേ? അതൊന്നും നമുക്ക് നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമല്ല. മനുഷ്യരല്ലേ? സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോഴെല്ലാം കരയല്ലേ? ശരി, സന്തോഷം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ അഭിമാനത്തോടെ തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യും ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണങ്ങളും കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഇനി എൻ്റെ കൂടെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.